സാർ ദീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ്. യൂനോ സാർ, ദീൻ ഭയങ്കര സിമ്പിൾ അല്ലേ സാർ? ആലോചിക്കും ഈ ദീനെ ഈ കുറെ മൊയിലാമാർ ഇവരൊക്കെ കയറിയിട്ടാണ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. സാർ കറക്റ്റ് അല്ലേ സാർ? ഇവിടെ ദീന് സിമ്പിൾ അല്ല. സീരിയസ്ലി പറയാം, ദീൻ സിമ്പിൾ അല്ല. ദീൻ ഇച്ചിരി എന്താ പറയാ ബുദ്ധിമുട്ടാണ് ഫോളോ ചെയ്യാൻ. പക്ഷെ ദീന് ഫോളോ ചെയ്താല് ലൈഫ് സിമ്പിൾ ആവും. ലൈഫ് സിമ്പിൾ ആവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ പേരെന്താ നിങ്ങൾ വല്ല ഐഡിയ ഉണ്ടോ? ഇസ്ലാം എന്ന വാല്യൂ സിസ്റ്റം. അള്ളാഹു ആണ് സത്യം. എന്റെ ജീവിതത്തിൽ ഞാനിപ്പോ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്, ഫീലുണ്ട്. ആ ഫീൽ നഷ്ടപ്പെടാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടാൽ മാത്രം മതി. മര്യാദയ്ക്ക് പള്ളി പോവാതെന്നാ മതി, പോയി. എന്റെ കൈകൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ എത്തിയാൽ മതി, പോയി. എന്തേക്ക് പഠിച്ചോ ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ചിന്തയിലേക്ക് എന്തുകൊണ്ടാണ് വരുന്നത്? ഞാൻ ചിലപ്പോൾ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. വക്തിന് പാൻ കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് പള്ളി പോകണം. വക്തിന് പാൻ കൊടുക്കുന്ന സമയത്ത് എന്ത് പണിയാണെങ്കിലും ബാക്കിയൊക്കെ വെച്ചിട്ട് നിസ്കരിക്കാൻ എന്തുകൊണ്ടാ പറയുന്നതെന്നറിയോ? അള്ളാഹ് കൈനെ കൊണ്ട് ഒന്നും കിട്ടാനില്ല. യാ ഹയ്യ യാ ഖയ്യൂം റഹ്മതിക അസ്തഗീസ് അസ്ലിഹി ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. കണ്ണിമ വെട്ടുന്ന നേരമില്ലേ, ആ നേരം പോലും എന്റെ റബ്ബേ എന്റെ കാര്യങ്ങൾ നിർത്തിയിട്ട് എന്നിലേക്ക് ഏൽപ്പിക്കല്ലോ റബ്ബേ എന്ന് എന്തുകൊണ്ടാ പറയുന്നതെന്നറിയോ? അത് റസൂൽ എന്തുകൊണ്ടാ ദുആ ചെയ്തതെന്നറിയോ? അള്ളാഹിനെ വിട്ടുകഴിഞ്ഞ് ഞാൻ സ്വന്തമായി എന്റെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, എന്റെ സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്റെ സമാധാനം എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാ.